നമസ്കാരം. ബി.ജെ.പി. നേതാവും സ്ഥാനാർത്ഥിയുമായ ശോഭാ സുരേന്ദ്രനെതിരെ വീണ്ടും ആരോപണവുമായി ദല്ലാൽ നന്ദകുമാർ. ശോഭാ സുരേന്ദ്രന്റെ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ടാണ് നന്ദകുമാർ പുതിയ വെളിപ്പെടുത്തൽ നടത്തിയത്. ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചതുപോലെ അങ്ങനെ ഒരു ഉന്നതനെ CPM-ൽ നിന്ന് BJP-യിൽ എത്തിക്കാൻ ശ്രമം നടത്തിയിട്ടില്ലെന്നും ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ദല്ലാൽ നന്ദകുമാർ പറഞ്ഞു. ഇതോടെ ഇനി ശോഭാ സുരേന്ദ്രൻ നടത്തുന്ന വെളിപ്പെടുത്തൽ നിർണായകമാകും. ദല്ലാൽ പേര് പറഞ്ഞില്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞ് പേര് പറയാമെന്നാണ് ശോഭ വിശദീകരിച്ചിട്ടുള്ളത്. പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർക്കാൻ അഖിലേന്ത്യാ തലത്തിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ നാഷണൽ കമ്മിറ്റി ഓഫീസിൽ നിന്നിറങ്ങിയ ആളാണ് ദല്ലാളെന്ന് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചിരുന്നു. നാളെ പിണറായി വിജയൻ ഒഴിച്ച് ആരെ കിട്ടിയാലും ഭാരതീയ ജനതാ പാർട്ടിയിൽ നല്ലവനാണെങ്കിൽ സ്വീകരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു. തൃശ്ശൂരിൽ ഗോവിന്ദൻ മാഷ് യാത്ര നടത്തുന്ന ദിവസം ശോഭാ സുരേന്ദ്രന്റെ മുറിയിൽ രാമനിലയത്തിൽ ശോഭാ സുരേന്ദ്രന്റെ പേരിൽ രജിസ്റ്റർ ബുക്കിൽ ഒപ്പുവെച്ച് അരമണിക്കൂർ ഞാൻ ആ മുറിക്കകത്തിരുന്നപ്പോൾ ഏത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് ശോഭാ സുരേന്ദ്രനെ കാണാൻ വന്നത്? ഏത് നേതാവാണ് അഖിലേന്ത്യാ തലത്തിലുള്ള തന്റെ നേതാവുമായി സംസാരിച്ചത്? ദല്ലാൽ പറയേണ്ടെന്നും ശോഭ പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് ദല്ലാളും വിശദീകരണവുമായി എത്തുന്നത്. CPM ഉന്നത നേതാക്കളെ BJP-യിൽ എത്തിക്കാൻ ശോഭാ സുരേന്ദ്രൻ തന്റെ സഹായം തേടിയിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, K മുരളീധരൻ എന്നിവരെ BJP-യിൽ എത്തിക്കാൻ ശോഭയെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിയോഗിച്ചുവെന്നും ദല്ലാൽ നന്ദകുമാർ ആരോപിച്ചു. കുഞ്ഞാലിക്കുട്ടിയെ ശോഭാ സുരേന്ദ്രൻ കണ്ടു. ഒരു വിശ്വസ്തൻ മുഖേന K മുരളീധരനെ സമീപിച്ചിരുന്നു. എന്നാൽ നീക്കം പാളിയെന്നും ദല്ലാൽ നന്ദകുമാർ പറഞ്ഞു. പോണ്ടിച്ചേരി ലഫ്റ്റനന്റ് ഗവർണറാകാൻ ശോഭ വഴിവിട്ട നീക്കങ്ങൾ നടത്തിയെന്നും അതേക്കുറിച്ചുള്ള വിവരങ്ങൾ തനിക്കറിയാമെന്നും നന്ദകുമാർ ആരോപിക്കുന്നു. ഇതോടെ പ്രമുഖരെ തന്നെ വലയിലാക്കാൻ BJP ശ്രമിച്ചുവെന്ന ആരോപണമാണ് ദല്ലാൽ ചർച്ചയാക്കുന്നത്. എന്നാൽ CPM നേതാവിനെക്കുറിച്ച് പറയുന്നുമില്ല. ഇതോടെ ശോഭയുടെ അടുത്ത പ്രതികരണം നിർണായകമാകും. 10 ലക്ഷം രൂപ വാങ്ങിയെന്ന ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണത്തിന് മറുപടിയുമായി ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നിരുന്നു. ബാങ്ക് അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ താൻ വാങ്ങിയത് ദല്ലാൽ നന്ദകുമാറിന് 8 സെന്റ് സ്ഥലം വാങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണെന്ന് ശോഭ പറഞ്ഞിരുന്നു. 10 ലക്ഷം രൂപ തരികയും ഉടൻ തന്നെ സ്ഥലം കച്ചവടം ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞയാളാണ് ദല്ലാൽ നന്ദകുമാറെന്നും അവർ പറഞ്ഞു. 10 ലക്ഷം രൂപ എനിക്ക് അഡ്വാൻസായി പൊതിഞ്ഞ് പണമായിട്ടാണ് തന്നത്. എന്നാൽ അത് തന്റെ ബാങ്ക് അക്കൗണ്ടിൽ തരണമെന്ന് പറഞ്ഞു. അനധികൃതമായി പൈസ വാങ്ങുകയാണെങ്കിൽ അത് രഹസ്യമായിട്ടല്ലേ വാങ്ങുക? ശോഭാ സുരേന്ദ്രന്റെ ദല്ലാളിന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിയെങ്കിൽ അത് ഏതെങ്കിലും പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ എന്താണ് ഈ നാണം കെട്ടവൻ ഒരു കൊല്ലമായിട്ട് കേസ് കൊടുക്കാത്തത്? മിസ്റ്റർ ദല്ലാൽ നന്ദകുമാർ, താങ്കൾ പല രാഷ്ട്രീയ നേതാക്കളുടെയും പിമ്പായി പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ പലരുടെയും കൂടെ നടന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് അഖിലേന്ത്യാ തലത്തിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യം ചെയ്യും. എന്നെ കാണാൻ പല പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളും വരും. ഈ അറിയപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ പേര് നാണം കെട്ടവൻ ദല്ലാൽ നന്ദകുമാർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയണം. പറഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ വെക്കാൻ തയ്യാറാകുമെന്നും ശോഭ പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് ഡൽഹിയിലെ ഹോട്ടലിൽ നടന്ന മീറ്റിംഗിൽ ദല്ലാൽ നന്ദകുമാറും ഞങ്ങളുടെ അറിയപ്പെടുന്ന ലീഡറും ദല്ലാലിന് നാക്കുപിഴച്ച് ദല്ലാൽ കിടുകിട വിറച്ച് ദല്ലാലിനെ ഡൽഹിയിൽ നിന്ന് ആട്ടി ഓടിച്ചത് എന്തിനാണെന്ന് ദല്ലാൽ തന്നെ മറുപടി പറയണം. ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡറുടെ പേര് ഞാൻ പറയണോ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയട്ടെ. ഞങ്ങൾ നാളെ പിണറായി വിജയൻ ഒഴിച്ച് ആരെ കിട്ടിയാലും ഭാരതീയ ജനതാ പാർട്ടിയിൽ നല്ലവരാണെങ്കിൽ സ്വീകരിക്കുന്നതിന് മുമ്പ് ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിൻ്റെ ഹിസ്റ്ററി പഠിക്കും. ഞാനല്ല പഠിക്കുന്നത്. അഖിലേന്ത്യാ തലത്തിൽ ഇരിക്കുന്നവരും പഠിക്കും. ആ പഠനത്തിന് ശേഷമാണ് ഒരു വ്യക്തിക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. എന്നാൽ ദല്ലാൽ നടത്തിയ ചർച്ചയിൽ 1-ാം ഘട്ടം തന്നെ ദല്ലാൽ ചോദിച്ചത് കോടാനുകോടി രൂപയാണ്. ദല്ലാൽ എന്താണ് വിചാരിച്ചത്? ഭാരതീയ ജനതാ പാർട്ടിയിൽ ആളെ ചേർക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള ബ്രോക്കർമാരിൽ നിന്ന് പണം കൊടുത്തിട്ടാണെന്നാണോ? അല്ല, ഈ പാർട്ടി നിങ്ങൾ ഉദ്ദേശിച്ച പാർട്ടിയല്ലെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു.